ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പെപ്പർ ഹണി കോളിഫ്ലവർ. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഈ വീഡിയോ കണ്ട് ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ കറി പൊറോട്ട, ചപ്പാത്തി, ദോശ, പൂരി ഇവയോടൊപ്പം എല്ലാം കഴിക്കാൻ പറ്റിയ കറിയാണ്. നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ്. എല്ലാ പേരും ഉണ്ടാക്കി നോക്കണം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ ഒരു കോളിഫ്ലവർ എടുത്തിട്ടുണ്ട്. അതിനെ ചെറിയ കഷ്ണങ്ങളാക്കി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കണം. അതിനുശേഷം നമുക്കൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം അടുപ്പിൽ വയ്ക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അതൊന്ന് തിളയ്ക്കട്ടെ. ഇനി 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് തിളച്ചതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊരു 2-3 മിനിറ്റ് നേരം അങ്ങനെ കിടക്കട്ടെ. അതിനുശേഷം തണുത്തതിന് ശേഷം നമുക്ക് കോരി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഒരു ബൗൾ എടുക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദമാവ്, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ചില്ലി പൗഡർ, ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇത്രയും ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. വെള്ളം കൂടി പോവരുത്, കുറച്ച് വീതം ഒഴിച്ചാൽ മതി. കോളിഫ്ലവറിൽ ഓൾറെഡി വെള്ളമുണ്ട്. ഇപ്പോൾ നമ്മുടെ ബാറ്റർ തയ്യാറായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം. ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. കൈവച്ച് തന്നെയാണ് ഞാൻ കുഴച്ചെടുക്കുന്നത്. എങ്കിലേ എല്ലായിടത്തും നന്നായിട്ട് പുരണ്ട് വരുള്ളൂ. ഇനി നമുക്കൊരു അരമണിക്കൂർ നേരം ഇതൊന്ന് മാറ്റി വയ്ക്കാം. കുറഞ്ഞതൊരു 15 മിനിറ്റ് നേരമെങ്കിലും ഇതൊന്ന് മാറ്റി വയ്ക്കണം. ഇനി ഒരു പാൻ അടുപ്പത്ത് വയ്ക്കാം. അതിലേക്ക് റിഫൈൻഡ് ഓയിലാണ് ഞാൻ ഒഴിച്ചിട്ടുള്ളത്. എണ്ണ ചൂടായതിന് ശേഷം നമുക്ക് കോളിഫ്ലവർ കുറേശ്ശെ ഇട്ട് കൊടുക്കാം. ഒരുമിച്ചിട്ട് കൊടുക്കരുത്, 2-3 പ്രാവശ്യമായിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. ആദ്യം കുറച്ച് നേരം സ്റ്റൗ ഫുൾ ഫ്ലെയിമിലാക്കിയതിന് ശേഷം മീഡിയത്തിലാക്കി വേണം ചെയ്ത് കൊടുക്കാൻ, ഇല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഇപ്പോൾ നമ്മുടെ കോളിഫ്ലവർ ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കോരി മാറ്റാം. ബാക്കിയുള്ളതും ഇതുപോലെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വയ്ക്കാം. ഞാൻ നേരത്തെ കോളിഫ്ലവർ ഫ്രൈ ചെയ്ത എണ്ണയാണ് ഒഴിച്ചിട്ടുള്ളത്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നമുക്ക് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി കുറച്ച് കൂടുതൽ വേണം. ഇനി ഇതിലേക്ക് ഒരു സവാളയും കൂടി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഒന്ന് വഴറ്റി കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അതവിടെ നിന്ന് നന്നായിട്ടൊന്ന് വഴലട്ടെ. ആ സമയം നമുക്ക് ഒരു പാത്രത്തിൽ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. നമ്മുടെ ഉള്ളിയൊക്കെ ഏകദേശം ഒന്നായിട്ടുണ്ട്. ഇത്രയും മൂത്താൽ മതി. ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, 1 ടീസ്പൂൺ വിനാഗിരി ഇത്രയും ചേർത്തൊന്ന് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ നേരത്തെ ഉള്ളിയിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറട്ടെ. സ്റ്റൗ മീഡിയത്തിലായിരിക്കണം. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സോയാ സോസ് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. സോസ് ഇപ്പോൾ കൂടുതൽ ചേർക്കരുത്, കുറച്ച് വീതം ചേർത്താൽ മതി. 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടെ ചേർത്ത് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ആദ്യമേ നമ്മൾ സോസ് കൂടുതൽ ചേർത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ കൂടിപ്പോവും. അതുകൊണ്ട് കുറച്ച് ചേർത്തതിന് ശേഷം പിന്നീട് വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ തിളപ്പിച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കൂടുതൽ വേണമെങ്കിൽ കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കാം.
ഇനി അതൊന്ന് തിളച്ച് വരട്ടെ. കറിക്ക് ഗ്രേവി കൂടുതൽ വേണമെങ്കിൽ ഇപ്പം കുറച്ചും കൂടി വെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച കോൺഫ്ലവറും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. കോൺഫ്ലവർ ഒഴിക്കുമ്പോൾ തന്നെ കറി ഒന്ന് കുറുകി കിട്ടും. ഇനി ഇതൊന്ന് തിളയ്ക്കട്ടെ നന്നായിട്ടൊന്ന്. ഈ സമയം ഉപ്പുണ്ടോയെന്നും സോസ് ഉണ്ടോയെന്നും എല്ലാം നോക്കണം. കുറവാണെങ്കിൽ നമ്മളെല്ലാം അതുപോലെ ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവറും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ ഹണിയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുകയാണ് മധുരത്തിന് വേണ്ടിയിട്ട്. ഹണി ഇല്ലെങ്കിൽ പഞ്ചസാര ചേർത്താലും മതി. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ സ്പ്രിംഗ് ഒനിയൻ ഉണ്ടെങ്കിൽ ഈ സമയം നമുക്ക് സ്പ്രിംഗ് ഒനിയൻ്റെ ഗ്രീനും കൂടെ ഇട്ട് കൊടുക്കാം. പക്ഷേ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ട് ഞാൻ അത് ഇടുന്നില്ല. ഇപ്പം നമ്മുടെ പെപ്പർ ഹണി കോളിഫ്ലവർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. ഇത് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.